ആവർത്തന പുസ്തകം 14 അധ്യായം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മരിച്ചവനു വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മ്ലേച്ഛമായതൊന്നിനെയും തിന്നരുത്. നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങളാവിത്: കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരുമാൻ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ. അവ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നവയല്ല, അവ നിങ്ങൾക്ക് അശുദ്ധം. പന്നി, അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയുമരുത്. വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചിറകും ചെതുമ്പലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊന്നും തിന്നരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം. പക്ഷികളിൽ തിന്നരുതാത്തവ: കടൽ റാഞ്ചൻ, ചെമ്പരുന്ത്, കഴുകൻ, ചെങ്ങാലിപ്പരുന്ത്, ഗൃദ്രം, അതതുവിധം പരുന്ത്, അതതുവിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള്, കടൽ കാക്ക, അതത് തരം പ്രാപ്പിടയൻ, നത്ത്, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, നീർക്കാക്ക, പെരുങ്ങാറ, അതതുവിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയാകുന്നു. ചിറകുള്ള ഇടജാതിയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം, അവയെ തിന്നരുത്. ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. താനേ ചത്ത ഒന്നിനെയും തിന്നരുത്. അത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്ക് തിന്മാൻ കൊടുക്കാം, അല്ലെങ്കിൽ അന്യജാതിക്കാരന് വിൽക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ആണ്ടുതോറും നിലത്ത് വിതച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് തിന്നേണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നിന്റെ ഇഷ്ടം പോലെ മാടോ, ആടോ, വീഞ്ഞോ, മദ്യമോ, ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീ നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത്. അവന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. 3 ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവിന് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തനാകണം. 119-ാം സങ്കീർത്തനം 161 മുതൽ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചന നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഭോഷ്കു പകച്ച് വെറുക്കുന്നു. നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയം ഉള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എൻ്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകിയിരിക്കുന്നു. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എന്നെ ബുദ്ധി നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി പൊഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ ഈ നീതിയായിരിക്കിയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കിയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു.
നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ, നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 13 മുതൽ. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശങ്ങളിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ഭുജവീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിൻ്റെ ശേഷം അവൻ അവർക്ക് ശമൂവേൽ പ്രവാചകൻ വരെ ന്യായാധിപന്മാരെ കൊടുത്തു. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് പ്രബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവൻ്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ, നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു? ഞാൻ മശീഹയല്ല, അവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. മരണത്തിനൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് അവർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന് സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ, ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കിയില്ല എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ ഹേ നിന്ദക്കാരെ, നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങൾ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിർത്തേണ്ടതിന് അവരെപ്പോൾ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്
ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിരിച്ചിരിക്കുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി. അവർ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു.